ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. വിൻഫാസ്റ്റിനെ പറ്റി നമ്മൾ ഇത്രയും കാലം ജസ്റ്റ് കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. കേൾക്കുമ്പോൾ എന്താ, ഒരു ബ്രാൻഡ്, വിയറ്റ്നാം ബേസ്ഡ് കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നു, വണ്ടികൾ ഇറക്കുന്നു, എല്ലാം നോർമലായിരുന്നു അൺടിൽ അവർ പ്രൈസ് അനൗൺസ് ചെയ്തവരെ. ഇന്നിപ്പോൾ അവർ ഇതിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവരിപ്പോൾ തമിഴ്നാട് പ്ലാന്റിൽ ലോക്കലി അസംബിൾ ചെയ്യുന്നു വണ്ടികൾ എന്നൊക്കെ പറഞ്ഞപ്പോഴും എൻ്റെ ഒരു മനസ്സിൽ ഏകദേശം 20-25 ലക്ഷം രൂപയ്ക്ക് VF6 പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ VF7 ആണെങ്കിൽ ഒരു 30-35 ലക്ഷം രൂപ ആ റേഞ്ചിലായിരിക്കും എന്നായിരുന്നു. പക്ഷേ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെ അല്ല. നമ്മൾ വിചാരിച്ചാലും 5-10 ലക്ഷം രൂപ ഒരു താഴെയാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. പ്രൈസിലേക്ക് നമുക്ക് വരാം. ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പ്രൈസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഓരോ വണ്ടികളുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീഡിയോ, അതായത് ഫീച്ചേഴ്സ്, പിന്നെ ഡയമെൻഷൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വെച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡിവിജ്വൽ ഓരോ വണ്ടിയുടെയും വീഡിയോ നാളെ നമുക്ക് എന്തായാലും കാണാം. സോ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇന്ന് നമുക്ക് മെയിനായിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവരൊരു പുതിയ കമ്പനി ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അവരുടെ ഒരു പ്രസൻസ് നന്നായിട്ട് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി ഒരുപാട് ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം, നമുക്ക് 10 വർഷം ഒരു 2 ലക്ഷം കിലോമീറ്റേഴ്സ് വരെ വാറണ്ടി കിട്ടുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യമല്ല, വണ്ടിക്ക് വാറണ്ടി ഉണ്ട് VF7 ആണെങ്കിൽ. ഇനി VF6 ആണെങ്കിൽ വണ്ടിയുടെ വാറണ്ടി 7 വർഷം ഒരു 2 ലക്ഷം കിലോമീറ്റേഴ്സ് ആണ്. ഇതിപ്പോൾ വണ്ടിയുടെ വാറണ്ടി. ഇനി ബാറ്ററി വാറണ്ടി അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് അല്ല, പക്ഷേ 10 വർഷം ഒരു 2 ലക്ഷം കിലോമീറ്റേഴ്സ് ആണ് അവർ കൊടുക്കുന്നത്. അതും ധാരാളമാണ്. കാരണം അത്രയൊക്കെയാണ് പൊതുവെ ഒരാൾ ഒരു വണ്ടി ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് പിന്നെ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് വാറണ്ടി എന്ന് പറഞ്ഞാലും 10-15 വർഷം വരെയൊക്കെ പോകുള്ളൂ. 15 വർഷം വരെയാണ് ശരിക്കുള്ളൊരു ലൈഫ് ടൈം പറയുന്നത്, ഈ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി എന്ന കമ്പനികൾ ക്ലെയിം ചെയ്യുമ്പോൾ. ഇനി അത് പോട്ടെ, അതിന് പുറമെ ഫ്രീ ചാർജിങ് ആണ് ഇവർ 2028 ജൂലൈ വരെ വാഗ്ദാനം ചെയ്യുന്നത്. അതായത് അടുത്ത 3 വർഷത്തേക്ക്. അതും എല്ലായിടത്തും പോയി ചെയ്താൽ കിട്ടില്ല. പക്ഷേ വിൻഫാസ്റ്റിൻ്റേതായിട്ടുള്ള ഗ്രീൻ ചാർജിങ് സ്റ്റേഷൻസിൽ പോകുകയാണെങ്കിലാണ് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അഗെയിൻ വളരെ നല്ല കാര്യം തന്നെയാണ്. ഇനി അതിനൊക്കെ പുറമെ അവർ 3 വർഷത്തെ കോംപ്ലിമെൻ്ററി സർവീസ് പ്ലാനും കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വണ്ടി എടുക്കുകയാണെങ്കിൽ 3 വർഷം വരെ നിങ്ങൾക്ക് സർവീസ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും, ഒരൊറ്റ പൈസ കൊടുക്കണ്ട. സോ ഇത്രയും കാര്യങ്ങളാണ് കമ്പനിയിലൊരു ട്രസ്റ്റ് വരാൻ വേണ്ടി ഇവർ ചെയ്തിരിക്കുന്നത്. ഇനി ഇത്രയൊക്കെ ആയിട്ടൊരു പുതിയ കമ്പനി വരുമ്പോൾ മിക്കവാറൊക്കെ ഫീച്ചേഴ്സിൽ കോംപ്രമൈസ് ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കുമായിരിക്കും. പ്രത്യേകിച്ച് പ്രൈസും ഭയങ്കര കോമ്പറ്റീറ്റീവ് ആകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കമ്പനികളുമായിട്ട്, അതായത് മഹീന്ദ്ര, ടാറ്റ, അവരുടെയൊക്കെ ആയിട്ട് കമ്പാരിസണിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഒരു വണ്ടി പ്രൈസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഫീച്ചേഴ്സ് കുറവാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലുമല്ല. ഇതിനകത്ത് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് 2 വണ്ടികളും കിട്ടുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അധികം വൈകാൻ നോക്കാം. ഏതായാലും 12.9 ഇഞ്ച് സ്ക്രീന്, 15 ഇഞ്ച് സ്ക്രീന്, പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്, ഇൻഫിനിറ്റി സ്കൈ റൂഫ്, 8 ഇഞ്ച് സ്പീക്കർ എന്ന് പറയേണ്ട ഒരുപാട് സാധനങ്ങളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് പിന്നെ നോക്കാം. ഏതായാലും ഇനി നമുക്ക് പ്രൈസിലേക്ക് കിടക്കാം, കാരണം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആദ്യം VF6ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ വണ്ടിയുടെ നമുക്ക് മെയിനായിട്ട് 2 വേരിയൻസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. അതായത് എർത്തും അതുപോലെ വിൻഡും. പിന്നെ വിൻഡിൽ തന്നെ വിൻഡ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് വരുന്നുണ്ട്. അതായത് ഇൻഫിനിറ്റി ഗ്ലാസ് റൂഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വേരിയൻറ്റ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അതിന് ജസ്റ്റ് 60,000 രൂപ അല്ല 50,000 രൂപയാണ് എക്സ്ട്രാ വരുന്നത് നമ്മുടെ നോർമൽ വേരിയൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി പ്രൈസ്, എർത്ത് എന്ന് പറഞ്ഞ ബേസിക് വേരിയൻറ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ജസ്റ്റ് 16.49 lakhs ആണ്. ഈ വണ്ടി ഏകദേശം 4.3 മീറ്റേഴ്സിന് തൊട്ട് താഴെ ലെങ്ത് ഉള്ളൊരു വണ്ടിയാണ്, വളരെ ചെറിയ വണ്ടിയൊന്നുമല്ല. ബാറ്ററി പാക്ക് ആണെങ്കിലും 59.6 kWh ആണ് കൊടുത്തിരിക്കുന്നത്. ബേസിക് കൺഫിഗറേഷൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് ഈ വണ്ടി. പക്ഷേ ഇതിനകത്ത് റിയർ വീൽ ഡ്രൈവ്, ഓൾ വീൽ ഡ്രൈവിൻ്റെ ഒന്നും ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. ഈ വണ്ടിയുടെ ബാറ്ററി കൺഫിഗറേഷൻ ഒറ്റൊരെണ്ണം മാത്രമേ ഉള്ളൂ, നമുക്ക് 2 എണ്ണമൊന്നും കിട്ടുന്നില്ല. ഈ 59.6 എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. റെഫറൻസിന് വേണ്ടി പറയുകയാണെങ്കിൽ ടാറ്റയുടെ കെർവിൻ്റെ ലോങ് റേഞ്ചിൽ നമുക്ക് 55 kWh ബാറ്ററി പാക്കാണ് കിട്ടുന്നത്. മഹീന്ദ്രയുടെ B6ൻ്റെയും XUV9യുടെയും എൻട്രി ലെവൽ റേഞ്ചും 59 kWh ആണ്. സോ അതുമായിട്ടൊക്കെ കമ്പാരബിൾ ആണ് എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ എർത്തും വിൻഡും രണ്ടും തമ്മിൽ പവറിൻ്റെ വ്യത്യാസമുണ്ട്. എർത്ത് എന്ന് പറഞ്ഞ മോഡൽ നമുക്ക് 177 bhpയും 250 Nm ടോർക്കുമാണ് കിട്ടുന്നത്. പക്ഷേ അതേസമയം വിൻഡ് എന്ന് പറഞ്ഞ മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 204 bhpയും 310 Nm ടോർക്കും കിട്ടുന്നുണ്ട്. പിന്നെ വിൻഡ് ഇൻഫിനിറ്റി ഒബ്വിയസ്ലി ഗ്ലാസ് റൂഫിൻ്റെ സംഭവമാണല്ലോ. ഇനി വിൻഡ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് നോക്കുകയാണെങ്കിലും 17.79 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. പ്രൈസിൽ വലിയ വ്യത്യാസമില്ല, ജസ്റ്റ് 1.3 lakhs മാത്രമാണ് ബേസ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കൂടുതൽ വരുന്നത്. അതിൽ ബേസിക് വേരിയൻറ്റിൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് കിട്ടുന്നത്. അടുത്ത ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴേക്കും ഒരു മോക്ക ബ്രൗൺ ഫിനിഷ് വരുന്ന ഡ്യുവൽ ടോൺ ക്യാബിൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇതൊക്കെയാണ് നമുക്ക് VF6നെ പറ്റി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ പ്രൈസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയുക. എനിക്ക് വളരെ ഇമ്പ്രസീവ് ആയിട്ടാണ് തോന്നിയത്. ഇനി അടുത്ത് നമുക്ക് വിൻഫാസ്റ്റിൻ്റെ ഇന്ത്യയിലെ ഫ്ലാഗ്ഷിപ്പ് SUV ആയി VF7ലേക്ക് കിടക്കാം. ഇന്റർനാഷണലി VF9 ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ ഭയങ്കര വലിയ വണ്ടികളാണ്, അതായത് സൈസ് കൊണ്ട് വലിയ വണ്ടികളാണ്. ഇത് 4.6 മീറ്റേഴ്സിനടുത്ത് ലെങ്ത് വരുന്നൊരു വണ്ടിയാണ്. നമ്മുടെ ഹാരിയറിൻ്റെ ഒക്കെ അത്ര ഉണ്ടെന്ന് പറയാം. ഇനി ഹാരിയറിൻ്റെ എത്രയൊക്കെ സൈസ് ഉള്ള ഒരു വണ്ടി എന്നുള്ള രീതിയിൽ നോക്കാം. ഇതും ഇലക്ട്രിക് ആണ്. ഹാരിയർ EVP അടുത്ത് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ XUV9, B6, വിൻസർ പ്രോ, വിൻസർ EV ഇതെല്ലാം അവിടെ ഉണ്ട്. ഏതായാലും ഈ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എർത്ത് എന്ന് പറഞ്ഞ മോഡലിൽ 20.89 lakhs ആണ് വരുന്നത്. ബേസിക് വേരിയൻറ്റിൽ 59.6 kWh ബാറ്ററി പാക്ക് നമുക്ക് കിട്ടുന്നുള്ളൂ. അതൊക്കെ ഒരിത്തിരി കുറവാണ്. പിന്നെ ഇതിന് പവറും കുറവാണ്, 177 bhpയും അതുപോലെ 250 Nm ടോർക്ക് മാത്രമേ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. കുറച്ച് സ്ലോ ആയിരിക്കും ഈ വണ്ടി. പിന്നെ റേഞ്ചും കുറവായിരിക്കും. 432 km ആണ് അവർ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ നമുക്ക് എങ്ങനെയായാലും ഒരു 350
350-400 വരെയൊക്കെ ആയിരിക്കും മാക്സിമം കിട്ടുന്നത്. പിന്നെ അതിനകത്ത് നമുക്ക് ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആണ് കിട്ടുന്നത്. ഫ്രണ്ട് വീൽ ഡ്രൈവ് കൺഫിഗറേഷനിലാണ് വരുന്നത്. അതിൻ്റെ മുകളിലത്തെ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ വിൻഡ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. ഇത് വലിയ കുഴപ്പമില്ല, കാരണം 70.8 kWh ബാറ്ററി പാക്ക് നമുക്കവിടെ കിട്ടുന്നുണ്ട്. അത് റെഫറൻസിന് വേണ്ടി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹാരിയർ EVയിൽ വന്നിരിക്കുന്നത് 75 kWh ബാറ്ററി പാക്കാണ്. നമ്മുടെ V6ലും XUV9യുടെയും ടോപ്പ് എൻഡിലുള്ളത് 79 kWh ബാറ്ററി പാക്കാണ്. സോ അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇത്തിരി കൂടെ സൈസ് കുറഞ്ഞ ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയാം. പക്ഷേ എന്നാലും പ്രൈസിങ് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമുക്ക് വിൻ വേരിയൻറ്റ് മുതൽ മോക്ക ബ്രൗൺ ഇൻറ്റീരിയേഴ്സ് കിട്ടുന്നുണ്ട്. അഗൈൻ 2 ഫ്രണ്ട് വീൽ ഡ്രൈവ് കൺഫിഗറേഷനിലാണ് ഈ വിൻഡ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് കിട്ടുന്നത്. വിൻഡ് ഇൻഫിനിറ്റി, അതായത് അഗൈൻ ഇൻഫിനിറ്റി സ്കൈ റൂഫ് വരുന്ന ആ ഒരു വേരിയൻ്റ് ആണ്. അതിനിവിടെ നമുക്ക് 50,000 രൂപയാണ് അഡീഷണൽ വരുന്നത്. 23.99 lakhs ആണ് ഇൻഫിനിറ്റി സ്കൈ റൂഫ് ഉള്ള മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഇതിന് ബേസ് മോഡലിനൊക്കെ ഇത്തിരി പവർ കൂടുതലാണ്. നമ്മൾ മറ്റേതിനകത്ത് പറഞ്ഞ് 201 bhp അതുപോലെ 310 Nm ടോർക്കുള്ള മോട്ടറാണ് ഇതിനകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. 0 to 100 എത്താനൊക്കെ വണ്ടി ഇത്തിരി സ്ലോ ആണ്, 9.5 seconds ഒക്കെ എടുക്കും. കാരണം ഈ സൈസിന് ഈ പവർ വരുമ്പോഴേക്കും ഒരു ഇത്തിരി മോശമായിട്ട് തോന്നുമായിരിക്കും, അതുകൊണ്ടാണ് ഇത്ര സ്ലോ. ഇപ്പം ഇതെന്തായാലും നമ്മുടെ പവറിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വണ്ടികളെക്കാളൊക്കെ സ്ലോ ആണ്. വിൻസർ EV മിക്കവാറും ഇതിനൊക്കെ കുറച്ചും കൂടി സ്ലോ ആയിരിക്കും, കാരണം അതിന് 336 bhp ഉള്ളൂ. പക്ഷെ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും അത് പിന്നെ ഇതിനൊക്കെ സൈസും കുറവാണ്. അത് നമ്മുടെ VF6 വെച്ചാണ് കൂടുതൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. എനിവേ അത് പോട്ടെ. അടുത്ത വേരിയൻറ്റ് സ്കൈ എന്ന് പറഞ്ഞ മോഡലാണ്. ആകെ 1 ലക്ഷം രൂപയുടെ വ്യത്യാസമുള്ളൂ നമ്മൾ ഇൻഫിനിറ്റി മോഡൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ നോർമൽ വേരിയൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1.5 ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് വരുന്നത്. 24.99 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഇത് ഓൾ വീൽ ഡ്രൈവ് മോഡലാണ്. സ്കൈയും സ്കൈ ഇൻഫിനിറ്റിയും വരുന്നുണ്ട്. അഗൈൻ 25.49 lakhs ആണ് ഇൻഫിനിറ്റി സ്കൈ റൂഫ് ഉള്ള മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഇൻറ്റീരിയേഴ്സിൻ്റെ കളറൊക്കെ ഇവിടെ മോക്ക ബ്രൗൺ തന്നെയാണ് വരുന്നത്. ബാറ്ററി പാക്കും 70.8 kWh തന്നെയാണ്. പക്ഷേ ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ 350 bhp അതുപോലെ 500 Nm ടോർക്കുമാണ് ഇതിനകത്ത് പവർ ഫിഗേഴ്സ് വരുന്നത്. അതൊരു രക്ഷയില്ല. നമ്മുടെ ഈ സെഗ്മെൻറ്റിൽ കിട്ടുന്ന എല്ലാ വണ്ടികളെക്കാളും ഈ വണ്ടി ഫാസ്റ്റാണ്. കാരണം ഇപ്പോൾ ഹാരിയർ EV ഒക്കെ ആണെങ്കിലും 6.3 seconds ആണ് അവർ 0 to 100 എത്താൻ ക്ലെയിം ചെയ്യുന്നത്. ഈ വണ്ടിക്ക് വെറും 5.8 seconds മാത്രം മതി 0 to 100 എത്താൻ. അത് വളരെ ഫാസ്റ്റാണ്. കാരണം ഹാരിയർ EVയുടെ ക്വാഡ് വീൽ ഡ്രൈവ് മോഡൽ എന്നൊക്കെ പറയുമ്പോൾ 29 ലക്ഷം രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ അതിൻ്റെ അകത്ത് ഫാസ്റ്റ് ചാർജർ എടുക്കുമ്പം 29 വരെയായി. സ്റ്റെൽത്ത് എടുക്കുകയാണെങ്കിൽ 30ആയി. സ്റ്റെൽത്തിൻ്റെ ഫാസ്റ്റ് ചാർജർ എടുക്കുകയാണെങ്കിൽ 30 ആയി. അങ്ങനെ അതിൻ്റെ പ്രൈസ് അങ്ങനെ അങ്ങ് പോകും. ഏകദേശം 5 ലക്ഷം രൂപയോളം ഇതിനേക്കാൾ കൂടുതലുണ്ട്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ വണ്ടിയുടെ ബാറ്ററി പാക്കിൻ്റെ സൈസ് ഇത്തിരി കുറവാണെങ്കിലും മറ്റതിനേക്കാൾ ഭയങ്കര അഫോർഡബിൾ ആണ് ഈ വണ്ടി നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കേസിലാണെങ്കിലും ഒരു കുറവുമില്ല. അപ്പോൾ പിന്നെ എന്താണ് കുഴപ്പം? ചാടി കയറി ആർക്ക് വേണമെങ്കിലും എടുക്കാമല്ലോ. EV ആണല്ലോ, വിൻഫാസ്റ്റ് അല്ലേ, വിയറ്റ്നാം ബ്രാൻഡ് അല്ലേ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുമായിരിക്കും. ഞാനിത് ഇപ്പോൾ ചാടി കയറി എടുക്കാൻ പറയില്ല. ഈവൻ ദോ ഇത് ഇൻട്രൊഡക്ടറി പ്രൈസസ് ആണ്. ചിലപ്പം 1-2 മാസം കഴിഞ്ഞ് ഒരു 1 ലക്ഷം രൂപ വെച്ച് വല്ലതും കൂട്ടുമായിരിക്കും. അതിപ്പോൾ കൂട്ടിയാലും പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. 1 ലക്ഷം രൂപ വെച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമാണ്. കാരണം ഇപ്പോൾ ഒരു മാർക്കറ്റിനേക്കാൾ താഴെ താണ്ടി വണ്ടികളൊക്കെ പ്രൈസ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് അത്യാവശ്യമായിട്ട് ഈ ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചിട്ട് എന്തോ ചെയ്യേണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്ര അഗ്രസീവ് ആയിട്ടുള്ളൊരു പ്രൈസ് പോയിന്റിൽ ഒരു കമ്പനി വണ്ടികൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇറക്കാറില്ല. അല്ലെ പിന്നെ അത്രയും ലോക്കലൈസ്ഡ് ആയിരിക്കണം. ഇനി അത്രയും ലോക്കലൈസ്ഡ് ആയിട്ടാണ് സെട്രോയിൻ വന്നത്. പക്ഷേ അവർ ഫീച്ചേഴ്സൊന്നും കൊടുക്കാണ്ട് കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞു. ഇപ്പോൾ കഷ്ടപ്പെട്ട് തിരിച്ച് ഫീച്ചേഴ്സ് കൊടുത്ത് മാർക്കറ്റ് വീണ്ടും റീഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഇവർക്ക് പക്ഷേ വരുമ്പോൾ തന്നെ മാർക്കറ്റ് പിടിക്കണം എന്നുള്ള എന്തോ നിർബന്ധമായിരുന്നെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഇൻ്റർനാഷണലി ഒരുപാട് മാർക്കറ്റുകൾ ഇവർ വരുന്നുണ്ട്. UK, യൂറോപ്പ്, പിന്നെ ഏഷ്യൻ കൺട്രീസ് പല സ്ഥലങ്ങളിലുണ്ട്. ഫിലിപ്പീൻസ് എന്ന് പറയേണ്ട 5-6 കൺട്രീസിലുണ്ട്. വിയറ്റ്നാമിലെ ബെസ്റ്റ് കാർ മേക്കർ ഇവർ തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിക്ക സ്ഥലങ്ങളിലും അത്ര നല്ലൊരു റിലയബിലിറ്റി വൈസുള്ള റിപ്പോർട്ടല്ല ഇവർക്ക് കിട്ടാറുള്ളത്. കുറച്ച് പുറകിലാണ് അക്കാര്യത്തിൽ. പിന്നെ ഈ കമ്പനിയും അത്ര പുതിയ കമ്പനിയൊന്നും അല്ല. ഈ അടുത്ത് 2017 ഇവർ ഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് എക്സ്പാൻഷൻ നടന്നൊരു കമ്പനിയാണത്. വിയറ്റ്നാമിലെ ബെസ്റ്റ് കമ്പനി അല്ലേ, അതായത് ബെസ്റ്റ് സെല്ലിംഗ് കമ്പനി ഇവരാണെന്നുള്ളതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. കാരണം വിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇത് ഓൺ ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ അംബാനി ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, അതുപോലെയാണ് വിയറ്റ്നാമിലുള്ള വിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി അതാണ് സംഭവം. ഏതായാലും ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രൈസ് പോയിന്റ് EV എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് കാലം വെയിറ്റ് ചെയ്യുക. വണ്ടിക്ക് കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ടുള്ള ഒരു തീരുമാനം. പിന്നെ ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും ഞാൻ ഉടൻ തന്നെ ഓരോ വണ്ടിയുടെ ഇടുന്നതായിരിക്കും. അതുവരെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സ്റ്റാർ ചെക്കൗട്ട് ചെയ്തോളാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.